ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മളിപ്പോ LDCയുടെ ക്ലാസ്സസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള LDCയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് SCRT എന്നുള്ളത്. അപ്പൊ SCRTയിൽ നമ്മൾ എടുത്തിട്ടുള്ള ഭാഗങ്ങളുടെ അല്ലെങ്കിൽ SCRTയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിക്കവാറും ഈ പോയിന്റ്സ് ഒക്കെ ഏകദേശം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ്. അപ്പൊ അത്യാവശ്യം നമ്മൾ എല്ലാ ടോപ്പിക്കും ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. എക്കണോമിക്സും അതേപോലെ തന്നെ സോഷ്യൽ സയൻസ്, ജോഗ്രഫി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞൊരു പാർട്ട് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. SCRT ബേസ്ഡ് പോയിന്റ്സ് എന്നുള്ള ഒരു പാർട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ സ്ലൈഡിലുള്ള ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാറുണ്ട്. ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കണം. ഇതിൽ സ്ലൈഡ്സിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അത് നോട്ടിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതി എടുത്തിട്ട് നോക്കണം. ഇതൊരു റിവിഷൻ പോലെയാണ്. SCRT പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള HCRT പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എക്കണോമിക്സിന്റെ പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ആഡം സ്മിത്ത് ആണ്. ഈ ആശയം അറിയപ്പെടുന്നത് ഡാഷ് എന്നാണ്. എന്താണ്? നമ്മളൊക്കെ കേട്ടിട്ടാണ് അല്ലെ ആഡം സ്മിത്ത്, അല്ലെ? ആഡം സ്മിത്തിന്റെ പ്രത്യേകതയാണ് എന്ത്? ഹീസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന്റെ ഫാദർ ആണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണം. എന്താ പറയുന്നത്? സാമ്പത്തികമായ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇടപെടുന്നത്, ഇന്റർഫിയറൻസ് ഓഫ് ദ ഗവൺമെന്റ്, അത് കുറയ്ക്കണം. അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം, വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ആഡം സ്മിത്ത് ആണ്. ആ ആശയം അറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചത്, അതറിയപ്പെടുന്നത് ലെസഫെയർ എന്നാണ്. ലൈസഫെയർ തിയറിയാണ്. ഓക്കെ, എന്ന് വെച്ചാല് എന്താണ് ലൈസഫെയർ തിയറി? എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണം. അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം, വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുമുള്ള ആശയങ്ങളാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ആ ആശയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ലൈസഫെയർ തിയറി. ഓക്കെ, നെക്സ്റ്റ് സാമ്പത്തിക ശാസ്ത്രം. നെക്സ്റ്റ് ഒരു പുസ്തകമാണ്, എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം ആരുടേതാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ആരാണ്? ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അപ്പൊ നമ്മളിവിടെ 2 പോയിന്റ് പറഞ്ഞു. ലൈസഫെയർ എന്താന്ന് പറഞ്ഞു, വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുന്നതാണ് ലൈസഫെയർ. ആഡം സ്മിത്ത് ആണ് ഈ ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ആൽഫ്രഡ് മാർഷൽ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റിന്റെ പുസ്തകത്തിന്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ഓക്കെ, ഒരു രാജ്യത്തിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെ ശരിയായ വിഭവ വിനിയോഗത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞതാര് എന്ന് പറയുന്നത്. അതായത് എക്കണോമിക്സ് അല്ലെ, എക്കണോമിക്സിലെ അടുത്തൊരു എക്കണോമിസ്റ്റ് ആണ് പോൾ എ സാമുവൽസൺ. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത, ഒരു രാജ്യം സാമ്പത്തികമായിട്ട് നല്ലൊരു പൊസിഷനിലാണ് അല്ലെങ്കിൽ നല്ലൊരു ഭദ്രതയിലാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നത്? മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെ ശരിയായ വിഭവ വിനിയോഗത്തിന്റെ ഫലമാണ്. സാമ്പത്തിക ആസൂത്രണവും ഉണ്ട്, അതിലൂടെ തന്നെ വിഭവങ്ങൾ വിനിയോഗിക്കുന്നത് എത്രയും സാമ്പത്തിക ആസൂത്രണം ഉപയോഗിച്ചിട്ടാണ്. ഇതിന്റെ ഫലമാണെന്ന് പറഞ്ഞത് പോൾ എ സാമുവൽസൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയം ആരുടേതാണ്? അടുത്തത് വർദ്ധിച്ച ആവശ്യങ്ങള്, പരിമിതമായ വിഭവങ്ങൾ, അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. അങ്ങനെ അത് തമ്മിലൊരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം എന്ന വിഷയം, ആ ഒരു വിഷയം പറഞ്ഞത് ലയണൽ റോബിൻസ് ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു, 2 പോയിന്റ് എക്സ്ട്രാ പറഞ്ഞു നമ്മള്.
പോളെ സാമുവൽസൺ പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഫലമായി വിഭവങ്ങൾ വിനിയോഗിക്കുന്നതിന്റെ ഫലമാണ് ഒരു രാജ്യത്ത് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നതെന്ന് പറഞ്ഞത് പോളെ സാമുവൽസൺ ആണ്. വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന ആശയം കൊണ്ടുവന്നത്, ആ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞത് ലയണൽ റോബിൻസ് ആണ്. ഓക്കെ, ലയണൽ റോബിൻസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാല് അതൊരു കോട്സ് ആണ്. ആ കോട്സ് ആരുടേതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തില് 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ ചെയ്യലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഓക്കെ, ഇത് ആരുടെ വാക്കുകളാണ്? ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്താ പറയുന്നത്? ഒന്ന് വായിച്ചേ. നിങ്ങൾ വായിക്ക. എന്താണത്? ഇന്ത്യക്ക് ആവശ്യം, ഇന്ത്യയുടെ ആവശ്യം എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക മൂലധനം ഏതാനും കുറച്ചു പേരിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കലല്ല, പകരം ഈ ഒരു ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക്, 7.5 ലക്ഷം ഗ്രാമങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്, അവർക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്ന വിധത്തിൽ എന്ത് ചെയ്യണം? വിതരണം ചെയ്യണം. എളുപ്പത്തിൽ ലഭ്യമാകുന്ന വിധത്തിൽ ചെയ്യലാണ്, ലഭിക്കാവുന്ന വിധത്തിലാക്കലാണ്. അല്ലാതെ ഏതാനും പേരിൽ മാത്രം കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിന്റെ തവണ ജസ്റ്റ് നിങ്ങൾ ഇതൊന്നും ഇങ്ങനെ ഇതാക്കി വെക്കണ്ട. ഈ വേർഡ് ആരാണ് പറഞ്ഞത്, ഇത് എന്താണ് ഒന്നും വിശദീകരിക്കാനൊന്നും നമുക്കില്ലല്ലോ. നമുക്ക് ഈ കോട്സ് പറഞ്ഞത് ആരാണ് അത് മാത്രമാണ് ഇവിടെ ആലോചിക്കേണ്ടത്. അപ്പൊ മഹാത്മാഗാന്ധിയാണ് അങ്ങനെ ഒരു കോട്സ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം ആരുടേതാണ്? ട്രസ്റ്റിഷിപ്പ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ പുതിയൊരു വേർഡാണ്. അത് ആശയം കൊണ്ടുവന്നത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അപ്പൊ മഹാത്മാഗാന്ധിയുടെ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഒന്ന്, എളുപ്പത്തിൽ, അതായത് ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിൽ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ ചെയ്യലാണ്. ഇത് ആരുടെ വാക്കുകളാന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു മഹാത്മാഗാന്ധിയാന്ന് പറഞ്ഞു. ഇനി ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം ആരുടേതാണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? അതും മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് നമ്മൾ നോക്കണം, അമർത്യ സെന്നിന് നോബൽ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? അമർത്യ സെൻ നോബൽ പുരസ്കാരം ലഭിച്ചത് 1998 1998 ഇവിടെ ഇപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു? അതെ, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? ആദ്യം എന്താ പറഞ്ഞത്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുകയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ലേസസ് ഫെയർ എന്ന ആശയമാണ്. അത് കൊണ്ടുവന്നത് ആഡം സ്മിത്ത് ആണെന്ന് പറഞ്ഞു. പിന്നെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള പുസ്തകം ആലോചിച്ചപ്പോ ആൽഫ്രഡ് മാർഷൽ എന്ന് പറഞ്ഞു. അതുപോലെ പോൾ സാമുവൽസൺ പറഞ്ഞത് എക്കണോമിക്സ് എന്താ പറഞ്ഞത്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെ ശരിയായ വിഭവ വിനിയോഗത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞത് പോളെ സാമുവൽസൺ ആണ്. ഇനി വർദ്ധിച്ച ആവശ്യങ്ങളും ലിമിറ്റഡ് റിസോഴ്സും തമ്മിലുള്ള ബന്ധം എന്ന വിഷയം ലയണൽ റോബിൻസ് തന്നെയാണ്. പിന്നെ മഹാത്മാഗാന്ധിയുടെ 2 ചോദ്യം നമ്മൾ പഠിച്ചു. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയാണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഭൂഖണ്ഡത്തിൽ 7 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ ചെയ്യലാണെന്നാണ് ഗാന്ധിയുടെ വാക്കുകളാണെന്നും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 2-3 സാമ്പത്തിക ശാസ്ത്രജ്ഞരെ പരിചയപ്പെടാം. JC കുമരപ്പ, അതേപോലെ തന്നെ ശ്രീമൺ നാരായണൻ, ധരംപാൽ തുടങ്ങിയവർ ആരാണ്? സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് അല്ലെ. നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കുക. ചിലപ്പോ നമുക്ക് പ്രസ്താവനാ ചോദ്യങ്ങളിൽ ഇതുപോലെ 4-5 പേരെ തന്നിട്ട് ഇവരില് സാമ്പത്തിക ശാസ്ത്രജ്ഞരല്ലാത്തവരെ കുറിച്ച് മാറ്റി എഴുതാനോ അല്ലെങ്കിൽ അവർ പറഞ്ഞ ആശയങ്ങളോ ഒക്കെ കൂടി ഒരുമിച്ച് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഇവരുടെ എന്താണെന്ന് മാറ്റി എഴുതാനോ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സംസ്കൃതം ഏത് ഭാഷാ വിഭാഗത്തിൽ പെടുന്നു എന്നാണ്.
എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? സംസ്കൃതം ഏത് ഭാഷാ വിഭാഗത്തിൽ പെടുന്നു? ഇൻഡോ യൂറോപ്യൻ വിഭാഗത്തിലാണ് പെടുന്നത്. നെക്സ്റ്റ്, സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി ഋഗ്വേദമാണ് ആദ്യ കൃതി എന്നാ പറയുന്നത്. സംസ്കൃതത്തിലാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പട്ടിയുടെ പേര് സരമ എന്നാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. സംസ്കൃതം ഏത് ഭാഷാ വിഭാഗത്തിലാണ് പെടുന്നത്? ഇൻഡോ യൂറോപ്യൻ വിഭാഗത്തിലാണ് പെടുന്നത്. നെക്സ്റ്റ്, സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി ഋഗ്വേദമാണ്. നെക്സ്റ്റ്, ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പട്ടിയുടെ പേരെന്ന് പറയുന്നത് സരമ. ഓക്കെ, ഇനി സപ്തസൈന്ധവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മുടെ SCRT-യിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സപ്തസൈന്ധവം. എന്താ പറയുന്നത് സപ്തസൈന്ധവം എന്ന് പറയുന്നത്? സിന്ധു നദിയും അതിന്റെ 5 പോഷക നദികളായ ഝലം, ചിനാബ്, രവി, ബിയ, സത്ലജ്. അത് പഠിച്ചു വെക്കാം. സിന്ധു നദിയുടെ പോഷക നദി, കുറെ പോഷക നദികൾ തന്നിട്ട് ഇതിൽ സിന്ധു നദിയുടെ പോഷക നദികളെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ശ്രദ്ധിക്കുക, ഝലം, ചിനാബ്, രവി, ബിയ, സത്ലജ് എന്നിവയും സരസ്വതി നദിയും ചേർന്ന പ്രദേശമാണ് സപ്തസൈന്ധവം എന്നറിയപ്പെടുന്നത്. സപ്തസൈന്ധവം എന്ന് പറയുമ്പോൾ നോക്കാം, 7 നദികളാണ് അല്ലെ. ഏതൊക്കെയാണ്? സിന്ധു നദിയും അതിന്റെ 5 പോഷക നദികളും, പിന്നെ ആരാണ്? അപ്പൊ 6 ആയില്ലേ. പിന്നെ സരസ്വതി നദിയും, അങ്ങനെ 7 നദികളും കൂടി ചേർന്ന ഭാഗത്തെയാണ് സപ്തസൈന്ധവം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് സിന്ധു നദിയുടെ പോഷക നദികള്? ഝലം, ചിനാബ്, രവി, ബിയ, സത്ലജ് എന്നിവയും സരസ്വതി നദിയും ചേർന്ന പ്രദേശമാണ് സപ്തസൈന്ധവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ഈ പോയിന്റ്സ് എഴുതിയെടുക്കുമ്പോൾ ഈ പോഷക നദികളെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് മാർക്കറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഹൈലൈറ്റർ ഒക്കെ ചെയ്ത് വെക്കുക. ആലോചിച്ച് വെക്കുക. സിന്ധു നദിയുടെ, അതായത് നമുക്ക് ഒരുപാട് നദിയുടെ കൃഷ്ണ നദിയുടെ, കാവേരി, അങ്ങനെ ഓരോ നദികളുടെ പോഷക നദികളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ സിന്ധു നദിയുടെ പോഷക നദികൾക്ക് ഒരു കോഡൊക്കെ കൊടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഗവിഷ്ടി എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഗവിഷ്ടി? ഗവിഷ്ടി എന്നുള്ള പോയിന്റ് ആണ്. എന്താണ്? കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങളെയാണ് ഗവിഷ്ടി എന്ന് പറയുന്നത്. എന്താണ് ഗവിഷ്ടി എന്ന് പറയുന്നത്? എന്താണ്? കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടിയിട്ട് ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെടുന്നതാണ് ഗവിഷ്ടി. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്തൊക്കെ നോക്കി? സപ്തസൈന്ധവം എന്താണെന്ന് നോക്കി. സിന്ധു നദിയും അതിന്റെ 5 പോഷക നദികളും സരസ്വതി നദിയും ചേർന്ന ഭാഗമാണ് സപ്തസൈന്ധവം എന്നറിയപ്പെടുന്നത്. ഗവിഷ്ടി എന്താണെന്ന് നോക്കി. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടിയിട്ട് ആര്യന്മാർ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളാണ് ഗവിഷ്ടി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിലുള്ള കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുക. അതിൽ പോയിന്റ് ഒക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് അല്ലെ? നമുക്ക് ഇനി നോക്കാനുള്ളത് നമ്മുടെ ഈ ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങളെ നമ്മൾ ഗവിഷ്ടി എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഗോത്ര തലവന്മാരെ സഹായിക്കാൻ ഗോത്ര സഭകളൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. ഗോത്ര തലവന്മാരെ സഹായിക്കാൻ ഗോത്ര എന്താണ്ടായിരുന്നു? സഭകൾ ഉണ്ടായിരുന്നു. ആ സഭകൾ ഏതൊക്കെയാണ്? വിധാത സഭ, സമിതി. എന്താണ്? ഗോത്ര തലവന്മാരെ സഹായിക്കാനുള്ള ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു. ആ സഭകൾ അറിയപ്പെടുന്നത് വിധാത, സഭ, സമിതി എന്നീ പേരുകളിലാണ്. നെക്സ്റ്റ്, ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് എവിടെ നിന്നെല്ലാം? അടുത്തൊരു ചോദ്യമാണ്. ഗംഗാ സമതലമാണ് നമ്മൾ നോക്കുന്നത്. ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ. അപ്പോ ഇരുമ്പായുധങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നാണെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്. ഗംഗാ സമതലത്തിലെ ഒരു മിനിറ്റ്.
ഗംഗാ സമതലത്തിൽ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് എവിടെ നിന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അവശിഷ്ടങ്ങൾ ലഭിച്ചത് എവിടെ നിന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? എവിടേക്കാണ്? ഉത്തർപ്രദേശിലെ അത്രാഞ്ജിഗേഡ. എന്താണ്? അത്രാഞ്ജിഗേഡ ഏതാണ്? ഉത്തർപ്രദേശിലാണ് അത്രാഞ്ജിഗേഡ. നെക്സ്റ്റ് രാജസ്ഥാനിലെ ജോധ്പുര, ഹരിയാനയിലെ ഭഗവൻപുര. ഈ 3 സ്ഥലങ്ങളിലാണ് ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, കിട്ടിയ 3 സ്ഥലങ്ങള്? ഏതൊക്കെയാണ് 3 സ്ഥലങ്ങള്? ഉത്തർപ്രദേശിലെ അത്രാഞ്ജിഗേഡ, രാജസ്ഥാനിലെ ജോധ്പുര, ഹരിയാനയിലെ ഭഗവൻപുര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൃഷി ഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കർഷകർ രാജാവിന് ഉൽപാദനത്തിന്റെ ഒരു പങ്ക് നികുതിയായി നൽകുന്ന രീതിയാണ് ബലി ഭാഗ. ഇനി നമുക്ക് കുറച്ച് ഇതുണ്ട്, നികുതികളുടെ പേര് പഠിക്കാണ്ട്. ഓക്കെ, നികുതികൾ പഠിക്കാണ്ട് ഏതൊക്കെയാണുള്ളത്? കൃഷി ഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായിട്ട് കർഷകർ രാജാവിന് ഉൽപാദനത്തിന്റെ ഒരു പങ്ക് നികുതിയായി നൽകുന്ന രീതിയാണ് ബലി ഭാഗ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. എന്താണ്? ബലി ഭാഗ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇനി ഗംഗാ സമതലത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് സമൂഹങ്ങളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗംഗാ സമതലത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് സമൂഹങ്ങളാണ് ബ്രാഹ്മണർ, പുരോഹിതർ എന്ന വർഗത്തിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മണര്. പിന്നെ ക്ഷത്രിയരാണ്. അവര് ഭരണാധികാരികളും സേനാനികളുമായിരുന്നു. ഭരണാധികാരികളും സേനാനികളുമാണ് ക്ഷത്രിയര്. വൈശ്യർ കച്ചവടം, കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയുമായിട്ടുള്ളവര് വൈശ്യരായിരുന്നു. ശൂദ്രൻ ദാസ്യവൃത്തി ചെയ്തിരുന്നായിരുന്നു, അടിമപ്പണി ചെയ്തിരുന്നുവെന്നാണ് ശൂദ്രര്. അപ്പൊ ഗംഗാ സമതലത്തിലെ 4 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് ബ്രാഹ്മണർ, അവരാരാണ്? പുരോഹിതരായിരുന്നു. ക്ഷത്രിയർ സേനാനികളും അതുപോലെ തന്നെ ഭരണാധികാരികളുമാണ് ക്ഷത്രിയർ. നെക്സ്റ്റ് വൈശ്യർ. വൈശ്യർ എന്തൊക്കെയാണ്? കച്ചവടം ചെയ്തിരുന്നവരും കൃഷി ചെയ്തിരുന്നതും കന്നുകാലി വളർത്തലൊക്കെ ചെയ്തിരുന്നവരെ നമ്മൾ വൈശ്യർ എന്ന് പറഞ്ഞിരുന്നത്. ഇനി ദാസ്യവൃത്തി, അടിമപ്പണി ചെയ്തവരെ നമ്മൾ ശൂദ്രർ എന്ന് പറഞ്ഞു. 4 ആയിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. ഈ 4 പേരുടെയും പേരുകള്, അവരുടെ പ്രത്യേകത എന്തൊക്കെയാന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോട്ട് വെക്കുക. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് കച്ചവടങ്ങളും നഗരങ്ങളും വളർന്നതോടെ വൈശ്യർ സമ്പന്നരായി എന്നാ പറയുന്നത്. എന്താണ്? കച്ചവടവും നഗരങ്ങളും വളർന്നതോടെ വൈശ്യർ സമ്പന്നരായി. ഇവിടെ നമ്മൾ പറഞ്ഞു വൈശ്യര് കച്ചവടം, കൃഷി, കന്നുകാലി വളർത്തലൊക്കെയാണ്. അപ്പൊ അവരെന്തൊരു കച്ചവടം ബേസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്ത് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് തന്നെ കച്ചവടവും നഗരങ്ങളും വളർന്നതോടെ വൈശ്യര് സമ്പന്നരായി എന്ന് പറയുന്നുണ്ട്. സമ്പന്നരായിരുന്നെങ്കിലും സാമൂഹ്യ വ്യവസ്ഥയിൽ താഴ്ന്ന സ്ഥാനമേ അവർക്ക് ലഭിച്ചിരുന്നു. ഇപ്പൊ നമ്മള് ബ്രാഹ്മണർ ഏറ്റവും ഉയർന്നവരാണ്, അതിന്റെ താഴെയുള്ളവർ ക്ഷത്രിയരാണ്, അതിന്റെ താഴെയുള്ളവർ വൈശ്യരാണ്, അതിന്റെ താഴെയുള്ളവർ ശൂദ്രരാണ്. അങ്ങനെ ആ ഒരു കാസ്റ്റ് ജാതി വ്യവസ്ഥ ആ ഒരു 4 ആക്കിയിട്ട് വിഭജിച്ചിട്ടുള്ളത്. അതിൽ വൈശ്യരും ശൂദ്രരും 3ഉം 4ഉം ഘട്ടങ്ങളിലുള്ളവരാണ്. അവര് പാവപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ദരിദ്രരാണ് ഒരു ചിന്തയാണ് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഈ വൈശ്യര് കച്ചവടമൊക്കെ ചെയ്ത് കൃഷിയൊക്കെ ചെയ്ത് കന്നുകാലി വളർത്തലൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് അവരെന്ത് ചെയ്തു? നല്ല സമ്പന്നരായി മാറി. അങ്ങനെ സമ്പന്നരായി മാറിയപ്പോ അവരെന്ത് ചെയ്തു? സമ്പന്നരായിരുന്നെങ്കിലും അവർക്ക് താഴ്ന്ന സ്ഥാനം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തരം സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ നിരവധി ചിന്താഗതികൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഉയർന്നു വന്നു. ഇത്തരം ചിന്താരീതികൾ പിന്തുടരുന്നവരാണ്. അതാണ് എന്താ വെച്ചാല് കച്ചവട നഗരങ്ങളും വളർന്നെങ്കിലും വൈശ്യർക്ക് എപ്പോഴും നല്ല സാമ്പത്തികമായിട്ട് അവർ മുന്നേറിയെങ്കിലും അവർക്കൊരു തരം താണ ഒരു സ്ഥാനം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഇത്തരത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായിട്ട് കുറെ ആളുകൾ നിരവധി ചിന്താഗതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് നിന്നിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്തരം ചിന്താ രീതികൾ പിന്തുടരുന്നവരെയാണ് നമ്മള് ശ്രമണർ എന്നാ പറയാ. എന്താ പറയാ? ശ്രമണർ. ഇത്തരം ചിന്താ രീതികൾ പിന്തുടരുന്ന നമ്മൾ എന്താ പറയാ? ശ്രമണർ. നെക്സ്റ്റ്, ശ്രമണർ വിഭാഗത്തിൽ പെടുന്നവർ ആരെല്ലാം എന്നാ ചോദിച്ചത്. ശ്രമണർ ആരാന്നാ നമ്മൾ പറഞ്ഞത്? കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൈശ്യര് സമ്പന്നരായിരുന്നു. പക്ഷെ വൈശ്യര് സമ്പന്നരായിരുന്നു എങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് ഉയർന്ന സ്ഥാനമൊന്നും ലഭിച്ചിരുന്നു. അവർക്ക് താഴ്ന്ന സ്ഥാനം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്തരം ചിന്താഗതികൾക്കെതിരെ ഒരുപാട് ആളുകള് ചിന്താഗതികളൊക്കെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് ചിന്താരീതികളൊക്കെ അതിന്റെ ഫലമായിട്ടുള്ള ചിന്താരീതികളെ പിന്തുടരുന്നവരാണ് ശ്രമണര്.
ശ്രമണർ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നവർ ആരെല്ലാം എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ശ്രമണർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് അജീവികന്മാർ, ചാർവാകന്മാർ. ആ രണ്ടുപേരൊന്ന് ഓർത്തു വെക്കുക. അജീവികന്മാർ, ചാർവാകന്മാർ. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കാം. അജീവികന്മാർ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ചാർവാകന്മാർ ശാവാനായി അല്ലെ, രണ്ടും സ്റ്റാർട്ടിങ് ആണ് എൻഡിങ് ആണ്. ജീവിക്കുന്നവരും ചാർവാകന്മാർ ചാവ. ജസ്റ്റ് നമ്മൾ നോർമലി നാട്ടുമ്പുറത്തൊക്കെ പറയുന്ന പോലുള്ള ഒരു വേർഡ് കേട്ടോ. അപ്പൊ അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, മറന്നു പോവില്ല. നെക്സ്റ്റ് ഒരു പുസ്തകത്തിൻ്റെതാണ്. ഏഷ്യയുടെ പ്രകാശം എന്ന പുസ്തകത്തിന്റെ കർത്താവാണ്. ഏഷ്യയുടെ പ്രകാശം എന്ന പുസ്തകത്തിന്റെ കർത്താവാണ് എഡ്വിൻ അർണോൾഡ്. എഡ്വിൻ അർണോൾഡ് ആണ് കേട്ടോ. ഏഷ്യയുടെ പ്രകാശം എന്ന പുസ്തകത്തിന്റെ കർത്താവ് എഡ്വിൻ അർണോൾഡ്. പിന്നെന്താണ്, ദൈവത്തിന്റെ ഏഷ്യയുടെ പ്രകാശം എന്ന പുസ്തകത്തിന്റെ കർത്താവ് എഡ്വിൻ അർണോൾഡ് ആണ്. ഏഷ്യയുടെ പ്രകാശം എന്ന പുസ്തകത്തിന്റെ കർത്താവ് എഡ്വിൻ അർണോൾഡ് ആണ്. ഇനി ദൈവത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങൾ എനിക്കറിയാം. ആരുടെ വാക്കാണ്? നെക്സ്റ്റ് ഒരു കോഡ്സ് ആണ്. കോസ്റ്റ് എന്തിലാ ആ കോഡ്സിൽ എന്താ പറയുന്നത്? ദൈവത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ദൈവത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ മനുഷ്യരുടെ ദുരിതങ്ങൾ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? ശ്രീബുദ്ധനാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഗംഗാ സമൂഹത്തിൽ 4 പേരെ നമ്മൾ പറഞ്ഞു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതിലെ ബ്രാഹ്മണർ പുരോഹിതന്മാരാണ്, ക്ഷത്രിയർ ഭരണാധികാരികളും സേനാനികളായിരുന്നു, വൈശ്യർ കച്ചവടം, കൃഷി, കന്നുകാലി വളർത്തവർ. അതേപോലെ ശൂദ്രർ ദാസവൃത്തി ചെയ്യുന്നവരാണ്. അപ്പൊ കച്ചവടവും നഗരങ്ങളും വളർന്നതോടെ വൈശ്യർ സമ്പന്നരായി മാറിയിരുന്നു. പക്ഷെ സമ്പന്നരായി മാറിയിരുന്നു എങ്കിലും അവർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമൊന്നും ലഭിച്ചിരുന്നില്ല. അപ്പൊ അത്തരം സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ നിരവധി ചിന്താഗതികൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരം ചിന്താഗതികളുടെ ശ്രമണര്, അത് പിന്തുടരുന്നവരാണ് ശ്രമണര്. ശ്രമണരിൽ ഉൾപ്പെടുന്ന ഭാഗം ഇന്ത്യത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ശ്രമണർ വിഭാഗത്തിൽ പെടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചാൽ അജീവികന്മാർ, ചാർവാകന്മാർ. അജീവികന്മാർ അതേപോലത്തെ ചാർവാകന്മാർ. പിന്നെ നമ്മൾ ഏഷ്യയുടെ പ്രകാശം എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാന്നാ പറഞ്ഞത്? എഡ്വിൻ അർണോൾഡ്. ഇനി ശ്രീബുദ്ധൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ദൈവത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങളെ കുറിച്ച് എനിക്കറിയാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ബുദ്ധന്റെ തന്നെ ത്രിപീഡിക എന്നല്ല, ത്രിപീഡികങ്ങളിൽ ഉൾപ്പെടുന്നത് വിനയപീഠകം, സൂക്തപീഠകം, അഭിധർമ്മ പീഠകം. ത്രിപീഠങ്ങളിൽ ഉൾപ്പെടുന്നതായിരിക്കുന്ന വിനയപീഠകം, നൃത്യപീഠകം, അഭിധർമ്മ പീഠകം. ത്രിപീഠികങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ശ്രീബുദ്ധന്റെ വിനയപീഠകം, സൂത്രപീഠകം, അഭിധർമ്മ പീഠകം. ഇനി ബുദ്ധമതത്തിന്റെ ജന്മനാട് ഇന്ത്യയാണ്. ബുദ്ധമതം ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ത്രിപീഠങ്ങളിൽ ഉൾപ്പെടുന്നത് വിനയപീഠകം, സൂത്രപീഠകം, അഭിധർമ്മ പീഠകം എന്നിവയാണ്. ബുദ്ധമതത്തിന്റെ ജന്മനാട് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ദെൻ ബാർഹുത് ബുദ്ധമത കേന്ദ്രം എവിടെയാണ്? മധ്യപ്രദേശ്. ദെൻ വിനയപീഠകം, സൂത്രപീഠകം, അഭിധർമ്മ പീഠകം അങ്ങനെ എടുത്ത് ബുദ്ധമതത്തിന്റെ ജന്മനാട് ഇന്ത്യയാണ്. ബാർഹുത് ബുദ്ധമത കേന്ദ്രം എവിടെയാണ്? ബാർഹുത് എന്ന് പേരിട്ടിട്ടുള്ള ബുദ്ധമത കേന്ദ്രം എവിടെയാണ്? നെക്സ്റ്റ് ബുദ്ധമതത്തിന്റെ ജന്മനാടായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബാർഹുത് ബുദ്ധമത കേന്ദ്രം എവിടെയാണെന്നാണ്. ബാർഹുത് ബുദ്ധമത കേന്ദ്രം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ബാർഹുത് ബുദ്ധമത കേന്ദ്രം എവിടെയാണ്? ബാർഹുത് ബുദ്ധമത കേന്ദ്രം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ബാർഹുത് ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. നെക്സ്റ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ സ്ലൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, അപ്പൊ തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്.
ഫസ്റ്റ് എന്താണ്? ഗോത്രങ്ങളുടെയോ ഗോത്ര തലവന്മാരുടെ സംഘത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത് ഗണസംഘം. എന്താണ്? ഗോത്രങ്ങളുടെയോ ഗോത്ര തലവന്മാരുടെ സംഘത്തെയാണോ ഡാഷ് എന്ന് പറയുന്നത് ഗുണസംഘം. ഡാഷ് എന്നത് പറയുന്നത് ഏതാണ്? സോറി, ഗണസംഘം. ഏതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോ? ഗണസംഘം അല്ലെ. നെക്സ്റ്റ് എന്താ നമ്മൾ പറയുന്നത്? മഗധയുടെ ആദ്യ തലസ്ഥാനം ഏതാണ്? രാജഗൃഹം. മഗധയുടെ ആദ്യ തലസ്ഥാനം ഏതാണ്? രാജഗൃഹം. നെക്സ്റ്റ്, അലക്സാണ്ടർ ഏത് സ്ഥലത്തെ ഭരണാധികാരിയായിരുന്നു? അലക്സാണ്ടർ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? എവിടുത്തെ ആയിരുന്നു അലക്സാണ്ടർ ഭരണാധികാരി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അലക്സാണ്ടറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പറഞ്ഞോ. മാസിഡോണിയയുടെ തലസ്ഥാനമായി മാസിഡോണിയയുടെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ. അതേപോലെ തന്നെ ഗരോഷി എന്ന പുതിയ ലിപി നിലവിൽ വന്നത് ആരുടെ ആക്രമണ ഫലമായതാണ്? ഗരോഷ്ടി എന്ന പുതിയ ലിപി നിലവിൽ വന്നത് ആരുടെ ആക്രമണ കാലത്താണ്? നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത്, അലക്സാണ്ടർ എവിടുത്തെ ഭരണകാരി എന്നാ പറഞ്ഞത്? മാസിഡോണിയ അല്ലെങ്കിൽ മാസിഡോണിയ എന്നുള്ളതാണ് അലക്സാണ്ടറുടെ ജന്മനാട്. അല്ലെങ്കിൽ അലക്സാണ്ടർ ഭരണം നടത്തിയുള്ളത് മാസിഡോണിയയിലാണ്. ഗരോഷ്ടി എന്ന പുതിയ ലിപി നിലവിൽ വന്നത് ആരുടെ ആക്രമണ ഫലമായാണ്? ഗരോഷ്ടി എന്ന പുതിയ ലിപി നിലവിൽ വന്നത് എന്താണ്? ആരുടെ ആക്രമണ ഫലമായാണ്? എപ്പോഴാണ്? ആരാക്രമിച്ചത്? അപ്പോഴാണ് ഗരോഷ്ടി എന്ന പുതിയ ലിപി നിലവിൽ വന്നത്. ആരാണ് പറഞ്ഞേ? പറയൂ. മാസിഡോണിയയുടെ ഭരണാധികാരി ആരായിരുന്നു? നമ്മുടെ അലക്സാണ്ടർ ആയിരുന്നു. അപ്പൊ അലക്സാണ്ടർ ആണ് രാജ്യത്തിന്റെ ആക്രമണ ഫലമായി, മാസിഡോണിയ എന്ന രാജ്യത്തിന്റെ ആക്രമണ ഫലമാണ് ബ്രിട്ടീഷ് ഗ്രീക്ക് നിർമ്മാണ കല ഇന്ത്യയിൽ പ്രചരിച്ചത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആരുടെ ഗ്രന്ഥമാണ്? ഇത് ഒരു പുസ്തകത്തിന്റെ പേരാണ് മെഗസ്തനീസിന്റെ പുസ്തകത്തിന്റെ പേരാണ് ഇൻഡിക്ക. അപ്പൊ ആരുടെ ഗ്രന്ഥമാണ് ഇൻഡിക്ക എന്ന് ചോദിച്ചാൽ അതിന്റെ ഓഥറെയാണ് ചോദിക്കുന്നത്, മെഗസ്തനീസ് ആണ്. നെക്സ്റ്റ്, അലസത, അസത്യം പറയൽ, അഹങ്കാരം തോന്നിക്കുന്ന വേഷം, അധർമ്മം ഉളവാക്കുന്ന ഇടപാട് എന്നിവ വർജിക്കണം ആരുടെ വാക്കുകളാണ്? അർത്ഥശാസ്ത്രമുള്ള കൗടില്യനാണ്. കൗടില്യന്റെ പ്രധാന കോഴ്സ് ആണ് അലസത, അസത്യം പറയൽ, അഹങ്കാരം തോന്നിക്കുന്ന വേഷം, അധർമ്മം ഉളവാക്കുന്ന ഇടപാട് എന്നിവ വർജിക്കണം. ആരുടെ വാക്കുകളാണ്? കൗടില്യന്റെ വാക്കുകളാണ്. അലസത, അസത്യം പറയൽ, അഹങ്കാരം തോന്നിക്കുന്ന വേഷം, അധർമ്മം ഉളവാക്കുന്ന നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞത് അലസത, അസത്യം പറയൽ, അഹങ്കാരം തോന്നിക്കുന്ന വേഷം, അധർമ്മം ഉളവാക്കുന്ന ഇടപാട് എന്നിവ വർജിക്കണം. അതൊക്കെ ഒഴിവാക്കണം. നമ്മളോട് ആരാ പറഞ്ഞത്? കൗടില്യനാണ്. അർത്ഥശാസ്ത്രം. ഓക്കെ. ഇനി മൗര്യഭരണത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പാറ്റ്നയാണ്. മൗര്യഭരണത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? പാറ്റ്നയാണ്. പാറ്റ്ന. നെക്സ്റ്റ്, മെഗസ്തനീസിനെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് നയിച്ചത് ആര്? മെഗസ്തനീസിനെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചത് സെല്യൂക്കസ് നിക്കേറ്റർ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, മെഗസ്തനീസിനെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചത് ആരാന്നാ ചോദിക്കുന്നത്? സെല്യൂക്കസ് നിക്കേറ്റർ ആണ്. സെല്യൂക്കസ് നിക്കേറ്റർ എന്നുള്ള ആരിലാണ് മെഗസ്തനീസിനെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി സപ്താംഗങ്ങൾ ഏതൊക്കെയാണ് സപ്താംഗങ്ങൾ എന്നാ ചോദിച്ചിട്ടുള്ളത്? ആ സപ്താംഗങ്ങൾ ഏതൊക്കെയാ നമുക്ക് പറയാം. ഓക്കെ. അമാത്യൻ, ദെൻ കോസ, ദണ്ഡ, ദുർഗം, മിത്രം, ജനപദം, സ്വാമി. ഇത്രയും കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് ഇവർ ഓരോരുത്തരും ഏതൊക്കെ ഡ്യൂട്ടിയാണ് പെർഫോം ചെയ്യുന്നത്? എന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് നമുക്ക് അറിയണം. ആദ്യം നിങ്ങൾ നോക്കുക. അമാത്യനാണ്. അമാത്യൻ അല്ലെ? അമാത്യൻ, കോസ, ദണ്ഡ, ദുർഗം, മിത്രം, ജനപദം, സ്വാമി. ഇതിൽ ഒരു പേരിന്റെ പോലെ തന്നെ സപ്താംഗങ്ങളാണ്. അതില് ആദ്യത്തത് സ്വാമിയാണ്. സ്വാമി ഇവിടെ എന്ത് തന്നെ ആയിരിക്കും? ആരായിരിക്കും സ്വാമി? രാജാവായിരിക്കും. നെക്സ്റ്റ് അമാത്യൻ. സ്വാമി കഴിഞ്ഞ ഉടനെ
അമാത്യൻ. അതാ ഒന്നുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഒന്നുകൂടി നിയറസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് മന്ത്രി അഥവാ ഉദ്യോഗസ്ഥൻ എന്നുള്ള ആൾക്കാർ അടങ്ങിയത് അമാത്യൻ എന്ന പേരിൽ അറിഞ്ഞിരുന്നു. രാജാവ് എന്നുള്ളതിനെ സ്വാമി എന്നുള്ള പേരിൽ അറിഞ്ഞിരുന്നു. നെക്സ്റ്റ് കോസ. നെക്സ്റ്റ് എന്താണ്? കോസ. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് 7 സപ്താംഗങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സപ്താംഗങ്ങൾ ഏതൊക്കെയാന്ന് ചോദിക്കുന്നത്, എന്തിനൊക്കെയാന്ന് ചോദിക്കും. അത് അമാത്യനാണ്. അമാത്യൻ മന്ത്രി അല്ലെ സ്വാമി ആദ്യം നമ്മൾ പറഞ്ഞു, രാജാവാന്ന് പറഞ്ഞു. പിന്നെ അമാത്യൻ മന്ത്രി, ഉദ്യോഗസ്ഥൻ. ദെൻ കോസ. കോസ ആരാണ്? ഖജനാവ്, നികുതി. ഖജനാവ് നിറയ്ക്കലും അല്ലെ, നികുതി പിരിച്ചിട്ട് ഖജനാവ് നിറയ്ക്കല് കോസ. നെക്സ്റ്റ് ദണ്ഡ. ദണ്ഡ ദണ്ഡിക്കുക. അപ്പൊ നീതിന്യായം എന്നുള്ളത് ഓർമ്മിക്കുക. ദണ്ഡ ദണ്ഡിക്കുക എന്ന് പറഞ്ഞാൽ മുറിവ് വേദനിക്കുക എന്നല്ലേ. അപ്പൊ അതുപോലെ ദണ്ഡ നീതിന്യായം. ദണ്ഡ നീതിന്യായം. ദുർഗം സൈന്യം. ദുർഗം സൈന്യം. നെക്സ്റ്റ് മിത്രം സഖ്യങ്ങൾ. നെക്സ്റ്റ് മിത്രം സഖ്യങ്ങൾ. ജനപദം പ്രദേശം. ഇതില് ദണ്ഡ ദണ്ഡിക്കുക നീതിന്യായം അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ മിത്രം എന്ന് പറഞ്ഞ സഖ്യങ്ങളാണ്. സഖ്യം സഖ്യം എന്ന് പറയാം. ജനപദം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പ്രദേശം. ജനപദം എന്ന് പറഞ്ഞാൽ ജനപദങ്ങള് പ്രദേശങ്ങളാണെന്ന് പറയാം. പിന്നെ ഇതില് നിങ്ങക്ക് കിട്ടാതായിട്ട് വരുന്നത് ഒന്ന് ദുർഗമാണ്. ദുർഗം. ദെൻ കോസ അല്ലെ. കോസ, അമാത്യൻ. ഇതൊക്കെ അമാത്യൻ സ്വാമി നമുക്കറിയാം, രാജാവാന്നറിയാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചിങ്ങാണ്ട് പരസ്പരം പഠിക്കാം. ഓക്കെ, പരസ്പരം കോഡ് വെച്ചിങ്ങാണ്ട് പഠിക്കണം. അപ്പൊ ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്തൊക്കെയാണ് പറഞ്ഞത്? മഗധയുടെ ആദ്യ തലസ്ഥാനം ഏതാന്ന് പറഞ്ഞു. ദെൻ രാജഗ്രഹമ എന്ന് പറഞ്ഞു. അലക്സാണ്ടർ എവിടത്തെ ആയിരുന്നു? മാസിഡോണിയയുടെ ആയിരുന്നു. ദെൻ അതുപോലെ ഗരോഷ്ടി എന്ന പുതിയ ലിപി നിലവിൽ വന്നത് ആരുടെ ഫലമായിട്ടാണ്? ആക്രമണ ഫലമായിട്ടാണ്. പേർഷ്യയുടെ ആക്രമണ ഫലമായിട്ടാണ്. ഏത് രാജ്യത്തിന്റെ ആക്രമണ ഫലമാണ്? ഗ്രീക്ക് നിർമ്മാണ കല ഇന്ത്യയിൽ പ്രചരിച്ചത്? മാസിഡോണിയ. ആരുടെ ഗന്ധമാണ്? ഇൻഡിക്ക മെഗസ്തനീസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അലസത, അസത്യം വരൽ, അഹങ്കാരം തോന്നിക്കുന്ന വേഷം, അധർമ്മം ഉളവാക്കുന്ന ഇടപാട് എന്നിവ വർജിക്കണം എന്ന് പറഞ്ഞത് ബുദ്ധമതനാണ്. സോറി, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് ഇതൊക്കെ വെടിയണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് മൗര്യഭരണത്തിന്റെ ആസ്ഥാനം പാറ്റ്നയാണ്. ഇനി മെഗസ്തനീസിനെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചത് സൊലൂക്കസ് നിക്കേറ്റർ ആണ്. സൊലൂക്കസ് നിക്കേറ്റർ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അങ്ങനെ ഈ സ്ലൈഡിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ പോയിന്റ്സും നോക്കിയൊക്കെ റീകളക്ട് ചെയ്യുക. അതേപോലെ ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോയിന്റ്സ് എന്ത് ചെയ്യുക? പോയിന്റ് എഴുതിയെടുക്കുക കേട്ടോ. എഴുതിയെടുത്തിട്ട് വേണം പഠിക്കാൻ. ഇപ്പൊ ഇതൊരു ബോക്സിൽ പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഒരു പോസ്റ്റുകൾ എന്നുള്ളതും അത് ഏതിനൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് ഇനി പ്രിയദർശി എന്ന് പരാമർശിച്ചിട്ടുള്ളത് ആരെയാണ്? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ്. പ്രിയദർശി എന്ന് പരാമർശിച്ചിട്ടുള്ളത് ആരെയാണ്? അശോകനെയാണ്. നെക്സ്റ്റ് ധമ്മ എന്ന ആദർശം നടപ്പിലാക്കിയതും അശോകനാണ്. ഓക്കെ, ഇനി ധമ്മ എന്ന ആശയം പ്രചരിക്കുന്നതിന് സിലോണിയിലേക്ക്, അതായത് സിലോണിയ ശ്രീലങ്കയിലേക്ക് അയച്ചത് ആരെയൊക്കെയാണ്? ഈ ധർമ്മം അഥവാ ധമ്മ എന്ന ആദർശം നടപ്പിലാക്കിയത് അശോകനാണ്. അപ്പൊ ആ ധർമ്മ എന്നുള്ള ആശയം പ്രചരിപ്പിക്കുന്നതിന് സിലോണിയിലേക്ക് അയച്ചത് ആരെയൊക്കെയാണ് അയച്ചത് എന്നാ ചോദിക്കുന്നത്. അശോകന്റെ മക്കളായ സംഘമിത്രയെയും മഹേന്ദ്രനെയും. ആരൊക്കെയാണ് അയച്ചത്? അശോകന്റെ മക്കളായ സംഘമിത്രനെയും പിന്നെ ആരെയാണ് പറഞ്ഞത്? മിത്രയെയും മഹേന്ദ്രനെയും. സംഘമിത്രയെയും മഹേന്ദ്രനെയും. നെക്സ്റ്റ് അശോകന്റെ ശാസനങ്ങൾ ഭൂരിഭാഗം ഏത് ലിപിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? ബ്രാഹ്മി ലിപി. അശോകന്റെ ശാസനങ്ങൾ ഭൂരിഭാഗവും ഏത് ലിപിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? പറഞ്ഞ ബ്രാഹ്മി ലിപി. ഏതാണ്? ബ്രാഹ്മി ലിപി. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ അശോകന്റെ നമ്മൾ 3 കാര്യം പറഞ്ഞു. പ്രിയദർശി എന്ന് പറയുന്നത് ആരാന്ന് പറഞ്ഞു. ധമ്മ എന്ന ആദർശം നടപ്പിലാക്കിയത് ആരാന്ന് പറഞ്ഞു. ഇനി ധർമ്മ എന്ന ആശയം പ്രചരിപ്പിക്കുന്നത് സിലോണിയിലേക്ക് അയച്ചത് ആരെയെല്ലാം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ അശോകന്റെ മക്കളായ സംഘമിത്രയെയും സംഘമിത്രനെയും അതേപോലെ തന്നെ മിത്രയെയും മഹേന്ദ്രനെയുമാണ്. നെക്സ്റ്റ് അശോകന്റെ ശാസ്ത്രങ്ങൾ ഭൂരിഭാഗവും
ഏത് ലിപിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് ദ്വീപ്. നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കാതെ, അശോകന്റെ ശാസ്ത്രങ്ങൾ ഭൂരിഭാഗം ഏത് ലിപിയിലാണ്? ബ്രഹ്മി ലിപിയിലാണ് അശോകന്റെ ശാസ്ത്രങ്ങൾ ആരാണ് വായിച്ചത്? ശാസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിലും പാറകളിൽ ഇവിടെ ഒക്കെ എഴുതി വെക്കുന്നതാണല്ലോ. അപ്പൊ ആരാണത് ആദ്യം വായിച്ചെടുത്തത്? ആരാന്നാ പറഞ്ഞത്? 1837 ജെയിംസ് പ്രിൻസപ്പ് ആണ്. ജെയിംസ് പ്രിൻസപ്പ് എന്നുള്ള ആളാണ് ഈ ഒരു അശോകന്റെ ശാസ്ത്രങ്ങൾ വായിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് അതിൽ നോക്കാനുള്ളത്, ധമ്മ എന്ന ആശയം നടപ്പിലാക്കിയത് ആരാണ്? പ്രചരിപ്പിക്കാനാല് സിലോണിയിലേക്ക് ആരൊക്കെ അയച്ചു എന്ന് ചോദിക്കുന്നത് അശോകന്റെ മക്കളായ സംഘമിത്രയെയും മഹേന്ദ്രനെയും. നെക്സ്റ്റ്, അശോകന്റെ ശാസ്ത്രങ്ങൾ ഭൂരിഭാഗം ഏത് ലിപിയിലാണ് എഴുതപ്പെട്ടുള്ളത്? ബ്രാഹ്മി ലിപിയാണ് അശോകന്റെ ശാസ്ത്രങ്ങൾ ആരാണ് വായിച്ചത്? 1830 ജെയിംസ് പ്രിൻസപ്പ് ആണ്. നെക്സ്റ്റ് എന്താ നമ്മൾ പറയുന്നത്? അഫ്ഗാനിസ്ഥാനിൽ നിന്നും ലഭിച്ച ഏതാ പറഞ്ഞത്? ശാസനങ്ങൾ ഏത് ലിപിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് അരാമിക് അല്ലെ, അരാമിക് ലിപി, അതേപോലെ തന്നെ ഗ്രീക്ക് ലിപി. അരാമിക് ലിപി, ഗ്രീക്ക് ലിപി. അരാമിക് ലിപി, ഗ്രീക്ക് ലിപി, ആ രണ്ട് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ്, അശോകന്റെ ഭൂരിഭാഗം ശാസനങ്ങളും ഉപയോഗിച്ചിരുന്ന ഭാഷ പ്രാകൃത ഭാഷയാണ്. അശോകന്റെ ഭൂരിഭാഗം ശാസനങ്ങളിലും ഉപയോഗിച്ചിരുന്ന ഭാഷ പ്രാകൃത ലിപിയാണ്. ഇനി നമ്മൾ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ച നികുതികളെ കുറിച്ച്, ഏതൊക്കെ നികുതികളാണ്? അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള വിവിധയിനം നികുതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നികുതി ഏത് ഭാഗത്താണ് ആ നികുതി ചുമത്തിയിട്ടുള്ളത്? ഏത് ഭാഗത്താണ് നികുതി ചുമത്തിയിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്. ബാഘ എന്നുള്ള നികുതി ചുമത്തിയിട്ടുള്ളത് ഭൂനികുതി ആയിട്ടാണ്. ബാഘ എന്നുള്ള നികുതി ചുമത്തിയിട്ടുള്ളത് ഭൂനികുതിയാണ്. നെക്സ്റ്റ് എന്താണ്? ബലി, പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതിയാണ്. പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതിയാണ്. നെക്സ്റ്റ്, ഉദകഭാഗ ജലനികുതിയാണ്. ഉദകഭാഗ ജലനികുതിയാണ്. നെക്സ്റ്റ്, ശൂൽക്ക, കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലുള്ള നികുതിയാണ്. കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലുള്ള നികുതിയാണ് ശൂൽക്ക. 4 തരം നികുതിയാണുള്ളത്. ബാഘ ഭൂനികുതിയാണ്. ബലി പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതിയാണ്. ഉദകഭാഗ എന്ന് പറയുന്നത് ജലനികുതിയാണ്. ദെൻ ശൂൽക്ക കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലുള്ള നികുതിയാണ്. ഓക്കെ, ഇത്രയും അത് ചോദിക്കും. ഭൂനികുതി അല്ലെ, അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ച ഭൂനികുതി ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗ എന്ന് പറയാം. അതേപോലെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലും നൽകിയിട്ടുള്ള ചുമത്തുന്ന നികുതി ഏതാന്ന് ചോദിച്ചാൽ ബലിയാണെന്ന് പറയാം. ജലനികുതി അല്ലെ, ജലനികുതി ഏതാന്ന് ചോദിച്ചാൽ ഉദകഭാഗയാന്ന് പറയാം. നെക്സ്റ്റ്, കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലുള്ള നികുതി ഏതാന്ന് ചോദിച്ചാല് ശൂൽക്കയാണെന്ന് പറയാം. കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലുള്ള നികുതി ഏതാണെന്ന് ചോദിച്ചാല് ശൂൽക്ക. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക, കറക്റ്റ് എഴുതിയെടുക്കുക, പോയിന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്നാണ് ശകവർഷാരംഭം എന്നാണ് നോക്കിയിട്ടുള്ളത്. AD 78 ശകവർഷാരംഭം എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? AD 78. ഇനി ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും ശില്പവിദ്യയും ഇന്ത്യയിൽ നിന്ന ശില്പവിദ്യയും ചേർന്നുണ്ടായ ഒരു പുതിയ ശൈലി. അതായത് ഗ്രീക്കുകാർക്ക് ഒരു ശില്പവിദ്യ ഉണ്ടായിരുന്നു, റോമാക്കാർക്കും അതുപോലെ ഇന്ത്യയിൽ ഒരു ശില്പവിദ്യ ഉണ്ടായിരുന്നു. ഇവയെല്ലാം കൂടി ചേർന്നിട്ടുണ്ടായ ഒരു പുതിയ ശില്പവിദ്യയാണ് ഗാന്ധാര ശില്പകല. എന്താണ്? ഗാന്ധാര ശില്പകല. ഓക്കെ, ഗാന്ധാര ശില്പകല. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഈ ഗാന്ധാര ശില്പകല ഉപയോഗിച്ച് ശില്പങ്ങൾ അധികമായും കാണപ്പെടുന്നത്, അതായത് ഗാന്ധാര ശില്പകല ഏതാന്ന് നമ്മൾ പറഞ്ഞു, ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും ശില്പവിദ്യയും ഇന്ത്യയിൽ നിന്ന് ശില്പവിദ്യയും ചേർന്നുണ്ടായിട്ടുള്ളത് പുതിയൊരു ശൈലിയാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഈ ഗാന്ധാര ശില്പകല ഉപയോഗിച്ചിട്ട് ശില്പങ്ങൾ അധികമായും കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. അത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലാണ്.
ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലാണ്. കാണ്ഡഹാർ. Then next question. കനിഷ്കൻ തന്റെ ഔദ്യോഗിക മതമായിട്ട് അല്ലെ, കനിഷ്കൻ തന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് ഏതാണ്? മഹായാന ബുദ്ധമതം. ഏതാണ്? മഹായാന ബുദ്ധമതമാണ് കനിഷ്കൻ തന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചിരുന്നത്. ഇനി ശതവാഹനന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പ്രതിഷ്ഠാന. ഇന്നത്തെ മഹാരാഷ്ട്രയിലെ പൈഥാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് പ്രതിഷ്ഠാന. നെക്സ്റ്റ് ഗുപ്തന്മാരുടെ ആസ്ഥാനം പാടലിപുത്രമാണ്. ഇനി ഗുപ്തന്മാരുടെ ആസ്ഥാനം എവിടെയാണ്? പാടലിപുത്രമാണ്. സമുദ്രഗുപ്തന്റെ ആക്രമണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തി അലഹബാദ് പ്രശസ്തി. എന്താണ് അലഹബാദ് പ്രശസ്തി? ഹരിസേനാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. എന്താണ് അലഹബാദ് പ്രശസ്തിയിൽ പറയുന്നത്? ഗുപ്ത രാജവംശത്തിലെ പ്രമുഖനായ സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തിയാണ് അലഹബാദ് പ്രശസ്തി എന്നറിയപ്പെടുന്നത്. അത് തയ്യാറാക്കിയിട്ടുള്ളത് ഹരിസേനനാണ്. ഓക്കെ. ഇനി നവരത്നങ്ങൾ ജീവിച്ചിരുന്നത് ആരുടെ കാലത്താണ്? ആരുടെ കൊട്ടാരത്തിലാണെങ്കിൽ ആരുടെ കാലത്താന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രഗുപ്ത രണ്ടാമൻ. അദ്ദേഹത്തെ വിക്രമാദിത്യൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇവിടെ കുറച്ച് നമ്മള് ഗുപ്ത രാജവംശവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ് പറയുന്നത്? ഗുപ്തന്മാരുടെ ആസ്ഥാനം പറയുന്നുണ്ട്, പാടലിപുത്രമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ സമുദ്രഗുപ്തന്റെ ആക്രമണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തി ഏതാന്ന് ചോദിക്കുമ്പോൾ അലഹബാദ് പ്രശസ്തിയാണെന്ന് നമുക്കറിയാം. അതേപോലെ തയ്യാറാക്കിയത് ഹരിസേനനാണ്. ഇനി നവരത്നങ്ങൾ ജീവിച്ചിരുന്നത് ആരുടെ കൊട്ടാരത്തിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കൊട്ടാരത്തിലാണ്. വിക്രമാദിത്യൻ എന്നും അറിയുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമനെ. നെക്സ്റ്റ് നവരത്നങ്ങൾ ആരൊക്കെയാണ്? കാളിദാസൻ, ഘടകർപ്പരൻ, ക്ഷപണകൻ വരരുചി, വേതാളഭട്ടൻ, വരാഹമിഹിരൻ, അമരസിംഹൻ, ശംഖു, ധന്വന്തരി. ഓക്കെ. ഏതൊക്കെയാണ് നവരത്നങ്ങൾ? ഏതൊക്കെയാണ്? ആരെല്ലാമാണ് നവരത്നങ്ങള്? കാളിദാസൻ, ഘടകർപ്പരൻ, ക്ഷപണകൻ, വരരുചി, വേതാളഭട്ടൻ, വരാഹമിഹിരൻ, അമരസിംഹൻ, ശംഖു, ധന്വന്തരി. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ശകാരി, ദേവരാജൻ, ദേവഗുപ്തൻ എന്ന പേരുകൾ അറിയപ്പെടുന്നത്. ശകാരി എന്നും ദേവരാജൻ എന്നും ദേവഗുപ്തൻ എന്നും മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ് ചോദിക്കുന്നത്. അത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ആരാണ്? രണ്ടാമൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ശകാരി. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറ്റുള്ള പേരിൽ? വിക്രമാദിത്യൻ എന്ന് അറിയാം എന്ന് പറഞ്ഞാലും, ശകാരി എന്നാലും, ദേവരാജൻ എന്നാലും, ദേവഗുപ്തൻ എന്നാലും നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ശകാരി, ദേവരാജൻ, ദേവഗുപ്തൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഓക്കെ. ഇനി നവരത്നങ്ങൾ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കാളിദാസൻ, ഘടകർപ്പരൻ, ക്ഷപണകൻ, വരരുചി, വേതാളഭട്ടൻ, വരാഹമിഹിരൻ, അമരസിംഹൻ, ശംഖു, ധന്വന്തരി. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നവരത്നങ്ങളൊക്കെ നമ്മൾ നോക്കി. അതുപോലെ ആരൊക്കെയാണ് നവരത്നങ്ങൾ? കാളിദാസൻ, ഘടകർപ്പരൻ, ക്ഷപണകൻ, വരരുചി, വേതാളഭട്ടൻ, വരാഹമിഹിരൻ, അമരസിംഹൻ, ശംഖു, ധന്വന്തരി. ഇത്രയും പേരാണ്. ഇനി ശകാരി, ദേവരാജൻ, ദേവഗുപ്തൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ഓക്കെ. ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ബോക്സസ് നോക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മളിതിൽ പറഞ്ഞ കാര്യങ്ങൾ ഭൂനികുതി, അമർത്യാസൻ അതൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ അല്ലെ? ഗംഗാ സമതലത്തിലെ അവരുടെ പ്രത്യേകതകൾ, ഈ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് കൃതികൾ അല്ലെ, ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള വിധീന നികുതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ
എഴുതൊക്കെയാണ് സാമി രാജാവാണെന്നും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കൃതികളും അതിന്റെ രചയിതാക്കളെയും നമുക്ക് നോക്കാനുണ്ട്. കുറച്ച് കൃതികളും അതിന്റെ രചയിതാക്കളെയും നോക്കാനുണ്ട്. അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവിയാഗ്നിമിത്രം, കുമാരസംഭവം. ഇത് ആരുടേതാണ്? കാളിദാസന്റെയാണ്. ഇതാരുടെയാണ്? കാളിദാസന്റെയാണ് ഈ പുസ്തകങ്ങൾ. ഏതൊക്കെ? അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവിയാഗ്നിമിത്രം, കുമാരസംഭവം. ഇത്രയും ആരുടെയാണ്? കാളിദാസൻ. ഇത്രയും ആരുടെയാണ്? കാളിദാസന്റെ അല്ലെ? ഇത്രയും ആരുടെയാണ്? കാളിദാസന്റെയാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ. ഏതൊക്കെയാണ്? അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, കുമാരസംഭവം. ഇത്രയും പുസ്തകങ്ങൾ ആരുടെയാണ്? കാളിദാസന്റെയാണ്. ഇനി മൃച്ഛകടികം ആരാണ്? ശൂദ്രകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രചയിതാവാണ് ശൂദ്രകൻ. നെക്സ്റ്റ് മുദ്ര രാക്ഷസം, ദേവി ചന്ദ്രഗുപ്തം. ഏതൊക്കെയാണ്? മൃച്ഛകടികം എന്ന് പറഞ്ഞ ശൂദ്രകനാണ്. മൃച്ഛകടികം എന്ന് പറഞ്ഞ ശൂദ്രകനാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് മുദ്ര രാക്ഷസം. നെക്സ്റ്റ് മുദ്ര രാക്ഷസം, ദേവി ചന്ദ്രഗുപ്തം. മൃച്ഛകടികം ശൂദ്രകന്റെ ആണ്. കാളിദാസന്റെ ഏതൊക്കെയാണ്? അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, കുമാര സംഭവം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മുദ്ര രാക്ഷസം, ദേവി ചന്ദ്രഗുപ്തം. മുദ്ര രാക്ഷസം, ദേവി ചന്ദ്രഗുപ്തം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പഞ്ചസിദ്ധാന്തിക, ലഘുജാതകം, ബൃഹത് ജാതകം. എളുപ്പമാണ് കേട്ടോ നമുക്ക്. വരാഹമിഹിരൻ. എങ്ങനെ നമ്മൾ പഠിക്കുക? പഞ്ചസിദ്ധാന്തിക, ലഘുജാതകം, സുഹൃത് ജാതകം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പഞ്ചസിദ്ധാന്തിക, ലഘുജാതകം, ബൃഹത് ജാതകം. ആരുടെയാണ്? വരാഹമിഹിരൻ. വരാഹമിഹിരൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആരുടെയാണ്? ഇപ്പൊ നമ്മൾ നോക്കിയത് വരാഹമിഹിരൻ, പഞ്ചസിദ്ധാന്തിക, ലഘുജാതകം, ബൃഹത് ജാതകം എന്നാണ്. വരാഹമിഹിരന്റെ പുസ്തകമാണ്. നെക്സ്റ്റ് ആര്യഭടീയം, ആര്യഭടനാണ്. അത് എളുപ്പമാണ് അല്ലെ? ആര്യഭടീയം, ആര്യഭടനാണ്. അതുപോലെ അമരകോശം, അമരസിംഹം. ഇത് രണ്ടും പെട്ടെന്ന് മാറിപ്പോവില്ല അല്ലെ? ആര്യഭടീയം, ആര്യഭടനാണ് എഴുതിയിട്ടുള്ളത്. അമരകോശം, അമരസിംഹനാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദം. എന്താണ്? രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദം. ആരാണ്? ഹർഷവർദ്ധനൻ. അമരകോശം, അമരസിംഹനാണ്. ആര്യഭടീയം, ആര്യഭടനാണ്. രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദം. നാഗാനന്ദം ആരുടെയാണ്? ഹർഷവർദ്ധനൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് രത്നാവലി അതുപോലെ പ്രിയദർശിക, നാഗാനന്ദം ഹർഷവർദ്ധന്റെയാണ്. ഹർഷചരിതം ബാണാഭട്ടൻ. ഹർഷചരിതം ആരുടെയാണ്? ബാണാഭട്ടൻ. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവിയാഗ്നിമിത്രം, കുമാരസംഭവം എന്നിവ കാളിദാസൻ എഴുതിയത്. മൃച്ഛകടികം ശൂദ്രകൻ, മുദ്രരാക്ഷം ജെവി ചന്ദ്രഗുപ്തം, വിശാഖദത്തൻ. നെക്സ്റ്റ് മുദ്രരാക്ഷസം, ജെവി ചന്ദ്രഗുപ്തം, വിശാഖദത്തൻ. നെക്സ്റ്റ് മുദ്രരാക്ഷസം, ദേവി ചന്ദ്രഗുപ്തം എന്നുള്ള പുസ്തകങ്ങൾ എഴുതിയുള്ള വിശാഖദത്തനാണ്. പിന്നെ പഞ്ചസിദ്ധാന്തിക, ലഘുജാതകം, ബൃഹത് ജാതകം എന്നിവ നോക്കിയത് വരാഹമിഹിരനാണ്. നെക്സ്റ്റ് ആര്യഭടീയം, ആര്യഭടനാണ്. അമരകോശം, അമരസിംഹനാണ്. നെക്സ്റ്റ് രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദം, ഹർഷവർദ്ധനൻ.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇത്രയും പുസ്തകങ്ങളുടെ പേരുകളിൽ രത്നാവലി, പ്രിയവത്സനാഥം, ഹർഷവർദ്ധന എന്നറിയാം, ഹർഷചരിതം, ബാണാഭട്ടൻ എന്നറിയാം. അപ്പൊ ഇത്രയും പുസ്തകങ്ങളുടെ പേരുകളൊന്ന് പഠിച്ചു വെക്കുക. ഈ ബോക്സ് നമ്മൾ പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ കേട്ടോ. ഇനി പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ബോക്സിലൂടെ നമുക്ക് പദ്ധതി ഏതാണെന്നും അതിന്റെ കാലയളവും ലക്ഷ്യങ്ങളും മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ഡെപ്ത് ആയിട്ട് പോകാൻ പറ്റില്ല. നെക്സ്റ്റ് പഞ്ചവത്സര പദ്ധതികളാണ്. ഒന്നാം പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 to 56 വരെയാണ്. നെക്സ്റ്റ് പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് നോക്കാനുണ്ട്. അതിലെ ഒന്നാം പദ്ധതി 1951 to 56 വരെയാണ് വന്നതും. നെക്സ്റ്റ് ഒന്നാം പദ്ധതിയാണ് 1951 to 56 വരുന്നതിന്റെ കാലയളവ്. എന്തായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. രണ്ടാം പദ്ധതി കൊണ്ടുവന്നത് 56 to 61 വരെയാണ്. അതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വ്യവസായ വികസനമാണ്. അപ്പൊ ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഏറ്റവും താഴെ തട്ട് മുതൽ നോക്കാം നമുക്ക്. 1951 to 56 വരെ കാലയളവ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു. 1956 to 61 വ്യവസായിക വികസനമായിരുന്നു. നെക്സ്റ്റ് 1961 to 66 ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ മാത്രം സ്വയം പര്യാപ്ത സുസ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ പദ്ധതി നോക്കാം. 1961 to 66 വരെയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, സുസ്ഥിരതയോടുകൂടിയ വളർച്ച, സമഗ്രയത്വം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇത്രയല്ലേ. 1961 to 66 കാലയളവിലെ മൂന്നാം പദ്ധതി പ്രകാരം ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ് വ്യവസ്ഥയിലെ സ്വയം പര്യാപ്തതയും. വെറും സ്വയം പര്യാപ്തം. മൂന്നാം പദ്ധതി സ്വയം പര്യാപ്തത, മൂന്നാമത്തത് സ്വയം പര്യാപ്തമാക്കുക എന്ന് ആലോചിക്കുക. നാലാം പദ്ധതിയാണ് 1969 to 74 സുസ്ഥിരതയോടു കൂടിയ ജനസംഖ്യാ വളർച്ച. നെക്സ്റ്റ് നമുക്ക് എന്താ പറയുന്നത്? നാലാം പദ്ധതിയാണ് 1969 to 74 വരുന്നത് സുസ്ഥിരതയോടു കൂടിയ വളർച്ച, സ്വാശ്രയത്വം. നെക്സ്റ്റ് ആറാം പദ്ധതിയാണ്. ആറാം പദ്ധതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? 1980 to 85 വരെയുള്ള കാലഘട്ടം കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് ഏഴാം പദ്ധതിയാണ്. ഏഴാം പദ്ധതിയില് 1985 to 90 വരെയാണ് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നുള്ളതാണ് ഏഴാം പദ്ധതിയുടെ പ്രത്യേകത. എട്ടാം പദ്ധതി എന്ന് പറഞ്ഞാല് എട്ടാം പദ്ധതി ഏത് മുതൽ 1992 to 97 വരെ മാനവശേഷി വികസനം. മാനവശേഷി വികസനം മൻമോഹൻലാൽ. നെക്സ്റ്റ് എട്ടാം പദ്ധതി നമുക്ക് നോക്കണം. മാനവശേഷി വികസനമാണ് എട്ടാം പദ്ധതി. മൻമോഹൻ പ്ലാൻ എന്നും ഈ പദ്ധതി അറിയപ്പെടുന്നുണ്ട്. ഒൻപതാം പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത സ്ഥാനവുമാണ്. ഗ്രാമീണ വികസനം ഉണ്ടാവണം. അതേപോലെ തന്നെ നികുതിയിലെ അല്ലെ സാമൂഹ്യ ആയിട്ടുള്ള കാര്യങ്ങളിലെ മൻമോഹൻ പ്ലാൻ എന്നറിയപ്പെടുന്ന മാനവശേഷി വികസനമാണിത്. മൻമോഹൻ പ്ലാൻ എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ ഒൻപതാം പദ്ധതി 1997 മുതൽ 2002 വരെയാണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത. നെക്സ്റ്റ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. അടുത്തത് 2011 പദ്ധതി മുഴുവൻ ആളുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര
സുസ്ഥിര വികസനമാണത്. നെക്സ്റ്റ് മുഴുവൻ വളർച്ചയുടെയും സമഗ്ര വികസനമായിട്ട് കരുതുന്നത് 11ാം നൂറ്റാണ്ടിലാണ്. 2007 to 2012. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഞ്ചവത്സര പദ്ധതികളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ള. ഒന്നാം പദ്ധതി മുതൽ ലക്ഷ്യങ്ങളും കാലയളവും നോക്കി വെക്കാം. കളറൊക്കെ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളൊരു പാഠം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് നെക്സ്റ്റ് ധരാതലീയ ഭൂപടങ്ങൾ എന്താന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ഈ ഭൂപടങ്ങൾ. അതായത് ടിയോഗ്രഫിക്കൽ അല്ലെ, ടോപ്പോഗ്രഫിക്കൽ എന്താ പറയുന്നത്, സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന പഴുപ്പ് വളരെ ഇതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ഈ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിത എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇവ. എന്തൊക്കെയാണ്? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇവ. ഈ പ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, അതുപോലെ വനങ്ങള്, കൃഷിയിടങ്ങള്, പട്ടണങ്ങള്, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങള്, ജനവാസ കേന്ദ്രങ്ങൾ ഇവയൊക്കെ ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഭൂപടവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സർവേയർമാരാണ് വില്യം ലാംപ്ടൺ ആൻഡ് ജോർജ് എവറസ്റ്റ്. നെക്സ്റ്റ് നമ്മുടെ രാജ്യത്ത് ഭൂപടം നിർമ്മിക്കുന്നതും പരിശോധനയും പ്രസിദ്ധീകരിക്കുമുള്ള ചുമതലപ്പെട്ട സർക്കാർ ഏജൻസിയാണ് നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കാനുള്ളത്? ഇനിയൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാനുണ്ട്. ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് 2 സർവേയർമാർ വില്യം ലാംപ്ടൺ, ജോർജ് എവറസ്റ്റ് ആണ്. ഇനി നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഓഫീസാണ്, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് നമ്മളെ ആഡം സ്മിത്തിനാണ് പറഞ്ഞത്. ഇനി നേച്ചർ ആൻഡ് കോസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻ, നേച്ചർ ആൻഡ് കോസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻ എന്നുള്ളത് ആഡം സ്മിത്തിന്റെ ഒരു പുസ്തകമാണ് ട്ടാ. ഓക്കെ. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ട്ടോ. ഇത്രയും ഭാഗങ്ങൾ ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതില് നമ്മൾ ബോക്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു. പിന്നെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള വിവിധയിനം നികുതികൾ നമ്മൾ നോക്കി. ഓക്കെ. ഇനി നെക്സ്റ്റ് സപ്തസൈന്ധവം, ഗവിഷ്ടി എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി ഇതില് ഒരു ചെറിയ ടോപ്പിക് കൂടി ഉണ്ട്. നമ്മള് എടുത്ത ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ഘനീകരണ മർമ്മം എന്നുള്ളത്. അന്തരീക്ഷത്തിൽ നേർത്ത പൊടിപടങ്ങൾ മേഘ രൂപീകരണത്തെ സഹായിക്കുന്നവയാണിവ. എന്താണ്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങള് അതുപോലെ മേഘ രൂപീകരണത്തെ സഹായിക്കുന്നവയാണിവ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഹരിതഗ്രഹവാതങ്ങളുടെ അന്തരീക്ഷ താപനിലയിൽ നിന്നാണ് വർദ്ധവിനെ ഡേഷ് എന്ന് പറയുന്നു. അത് ആഗോള താപനമാണ്. ഹരിതഗ്രഹവാതകങ്ങളുടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ പ്രഥമ ഉച്ചകോടി നടന്നത് എവിടെ? അടുത്ത ക്വസ്റ്റ്യൻ. ക്യോട്ടോ പ്രോട്ടോകോൾ പ്രഥമ ഉച്ചകോടി നടന്നത് എവിടെയാണ് ചോദിച്ചിട്ടുള്ളത്? 1997 ജപ്പാനിലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി നിലവിൽ വന്നത് എന്നാണ്? എത്ര രാജ്യങ്ങൾ? 2005 141 രാജ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. 2005 141 രാജ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. 141 രാജ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നോക്കുന്നതൊക്കെ SAT ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. SAT ടെക്സ്റ്റ് പുസ്തകങ്ങളിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്.
ഇത്രയും കഴിഞ്ഞല്ലോ അല്ലെ. കൃതികൾ ഏതൊക്കെയാന്ന് നോക്കി നമ്മള്. പഞ്ചവത്സര പദ്ധതികൾ നോക്കി. ധരാതലീയ ഭൂപടങ്ങൾ ഏതാന്നുള്ളത് നോക്കി. നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കാനുള്ളത്? ഗംഗാ സമതല സമൂഹങ്ങളെ കുറിച്ച് നോക്കി. അതിന് ഇത്രയും പോയിന്റ്സ് ഈ ഒരു SCRTയിലെ പ്രീവിയസ് ക്വസ്റ്റ്യനില് അത്യാവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നോട്ട്സ് എഴുതുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയെടുക്കുക. ഒക്കെ SCRT ക്വസ്റ്റ്യൻസ് ആണ്. പുറത്തുനിന്ന് ക്വസ്റ്റ്യനും ഇല്ല. SCRT ക്വസ്റ്റ്യൻസ് ആണ്. അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ചെയ്യാട്ടോ. പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് എഴുതി വെക്കുക. കറക്റ്റ് അതിന്റെ ഇത് നോക്കിയിട്ട് പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നോക്കി വെക്കുക കേട്ടോ. ഓക്കെ എന്നാ.